വാർത്തകളിലേക്ക്. പരോളിലിറങ്ങിയ ജയിൽ പുള്ളി 20 വർഷത്തിനു ശേഷം തിരിച്ചെത്തി. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇയാൾ തിരിച്ചെത്തിയത്. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഇടുക്കി സ്വദേശി തങ്കച്ചൻ 2 പതിറ്റാണ്ടിനു ശേഷം ജയിലിലേക്ക് എത്തുകയായിരുന്നു. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, 20 വർഷം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇയാൾ എവിടെയായിരുന്നു? ആര്യ, വയനാട്ടിലെ ചില എസ്റ്റേറ്റുകളിൽ പണിയെടുക്കുകയായിരുന്നു എന്ന മൊഴിയാണ് ഇപ്പോൾ തങ്കച്ചൻ ജയിൽ അധികൃതർക്ക് നൽകിയിട്ടുള്ളത്. മകളുടെ ഭർത്താവിനൊപ്പമാണ് തങ്കച്ചൻ ഇന്ന് ഉച്ചയോടുകൂടി ജയിലിലേക്ക് എത്തിയത്. 1997 നടന്ന ഒരു കൊലക്കേസ്, ആ കേസിലെ പ്രതിയായിരുന്നു. പിന്നീട് തങ്കച്ചനെ കോടതി ശിക്ഷിച്ചു. ഇടുക്കി സ്വദേശിയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത് 2000-ലാണ്. 2003-ൽ തങ്കച്ചൻ പരോളിന് പോകുന്നു. അതിനുശേഷം തങ്കച്ചൻ ജയിലിലേക്ക് തിരികെ എത്തിയില്ല. തങ്കച്ചനെ തേടി പോലീസ് പലയിടങ്ങളിലായി അന്വേഷിച്ചു. മറ്റു സംസ്ഥാനങ്ങളിലടക്കം അന്വേഷണം നടത്തി. പലപ്പോഴും ഇടുക്കിയിലെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പക്ഷേ തങ്കച്ചൻ എവിടെ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അതേസമയം തങ്കച്ചൻ ഇപ്പോൾ നൽകുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീട്ടുകാരുമായി ഇടയ്ക്ക് ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യം തന്നെയാണ്. മാത്രവുമല്ല, മൊബൈൽ ഫോൺ പോലുള്ള ഉപകരണങ്ങൾ അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലമില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഈ മൊബൈൽ ഫോൺ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തങ്കച്ചനെ ട്രേസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് പോലീസിന് ഉണ്ടായിരുന്നു. എവിടെയാണ് തങ്കച്ചൻ ഉണ്ടായിരുന്നതെന്നതിനെ കുറിച്ച് വലിയ വ്യക്തതയില്ല. ഇപ്പോൾ 60 വയസ്സ് കഴിയുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇനി ജയിലിലേക്ക് എത്തുക, അങ്ങനെ തങ്കച്ചൻ പറയുന്നത് ആരോഗ്യ പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുകൾ, ആ ഒരു സാഹചര്യത്തിൽ തങ്കച്ചൻ എത്തിയെന്നാണ്. മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ജയിലിലേക്ക് എന്തെങ്കിലും ഒരു പശ്ചാത്താപം ആ നിലയ്ക്കും മറ്റോ ആണോ? മാനസാന്തരം വന്ന് ചാടിപ്പോയത് ശരിയല്ല എന്നുള്ള നിലയ്ക്കാണോ എന്ന കാര്യങ്ങളൊക്കെയും ജയിൽ അധികൃതർ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഏതായിരുന്നാലും സംസ്ഥാനത്തിന്റെ ഒരു ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിരിക്കും. 20 വർഷത്തിന് ശേഷം പരോളിന് പോയ ശേഷം ശിക്ഷിക്കപ്പെട്ട ആൾ 20 വർഷത്തിന് ശേഷം വീണ്ടും ജയിലിലേക്ക് വരുന്ന ഒരു അപൂർവമായ സാഹചര്യമാണ് ഉള്ളത്. ആര്യ, തീർച്ചയായും വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും. 20 വർഷത്തിന് ശേഷം ഈ പരോളിൽ ഇറങ്ങി മുങ്ങി നടന്നത് 20 വർഷമാണ്. അതിനുശേഷം പ്രതി തന്നെ സ്വയം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തി കീഴടങ്ങുകയായിരുന്നു.